എൻ്റെ കണ്ണ് എഴുതിയിട്ടുള്ള ലുക്കും കണ്ണ് എഴുതാത്ത ലുക്ക് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനിപ്പോൾ എല്ലാവർക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ എന്താണെന്ന് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കൊന്നും പറയില്ല, എന്നിട്ടൊരു സംഭവത്തിലേക്ക് പോവാട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി കണ്ണ് എഴുതണ വീഡിയോ ഇതൊക്കോ, പിന്നെ കണ്ണ് എഴുതണ വീഡിയോ ചെയ്യുമോ പറഞ്ഞിട്ട് കുറേ പേര് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും കാട്ടിത്തരാമെന്ന്. എന്തായാലും എനിക്കൊരു എന്താ പറയുക, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഇതായിട്ട് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് ഒട്ടും ബോറടിപ്പിക്കേണ്ട, നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന്. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു നൈക്കയുടെ നമ്മളൊരു ഐ ഷാഡോ പാലറ്റ് ആയിട്ട് എടുത്തക്കണേ. അപ്പോൾ അതിൽ നമ്മളൊരു പിങ്ക് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിപ്പോൾ എന്തിനാ അത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഐ ഷാഡോ ഇടുമ്പോൾ കണ്ണിനൊരു പ്രത്യേക ഭംഗിയാട്ടോ. അത് യൂസ് ചെയ്തവർക്കറിയാം. നമ്മളതിപ്പോൾ സ്ഥിരം, ഞാൻ പണ്ടൊന്നും യൂസ് ചെയ്യാറേ ഇല്ല, ബട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പ്രത്യേക ഭംഗിയാട്ടോ കണ്ണ് നമ്മൾ എഴുതുമ്പോഴൊക്കെ. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്ത് നിൽക്കുമ്പോഴും അതേ ഒരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ടും ജസ്റ്റ് ഇതാക്കുക. ഞാൻ യൂഷ്വലി എപ്പോഴും കൈ കൊണ്ട് കേട്ടോ ചെയ്യാറ്. അത്രയും ഇതായിട്ടുള്ളത് വരുമ്പോഴൊക്കെയാണ് ഞാൻ ബ്രഷ് കൊണ്ട് ചേർത്ത്. പിന്നെ ജസ്റ്റ് അടിഭാഗത്തും കൂടിയും എപ്പോഴും ഐ ഷാഡോ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് അടിഭാഗത്ത് കൂടി ജസ്റ്റ് അതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ആക്കി കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് എഴുതാൻ പോവാണ്, ഡയറക്റ്റ്ലി കണ്ണ് എഴുതാൻ പോവാണ്. എന്താണ് സംസാരിക്കുമ്പോൾ കിതക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആയവർക്കറിയാം നമുക്കിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് ചെയ്തിട്ട് സംസാരിക്കുമ്പോഴോ അതുപോലെ ഒന്ന് ജസ്റ്റ് നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇങ്ങനെ കിതപ്പൊക്കെ വരും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഞാനിവിടെ മെബിലിൻ്റെ ഒരു ഐലൈനറാണ്. ഞാൻ ഇവിടെ ടാഗ് പ്രൊഡക്ട്സിൽ ഞാൻ എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് ടാഗ് ചെയ്തേക്കണേന്നൊക്കെ കൊടുക്കാം കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ടതും പിന്നെ മുഖത്ത് ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, ബെയർ സ്കിന്നാണ്, ഒന്നും ഇട്ടിട്ടില്ല. ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഇടുന്നുണ്ട്, അതും കാട്ടിത്തരാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ കണ്ണിങ്ങനെ എഴുതണേന്നത് വളരെ സൂം ചെയ്തിട്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എഴുതാറ്. ഞാൻ വെച്ച് നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ഇങ്ങനൊരു വര വരയ്ക്കും, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യും. കണ്ടോ? എന്നിട്ട് ഉൾഭാഗം ഫില്ല് ചെയ്യും. അപ്പോൾ നമുക്കൊരു വിങ്ഡ് ലുക്ക് കിട്ടി. കണ്ടോ? നല്ല അടിപൊളിയായിട്ട്. ഇനി ഇവിടെ നിന്ന് വളരെ നൈസായിട്ട് എഴുതി കഴിഞ്ഞ് കണ്ടോ? അപ്പം എന്നെ ഡിഫറൻസ് കണ്ടില്ലേ? കണ്ണ് എഴുതിയതും കണ്ണ് എഴുതാത്ത ഭാഗവും ഇതുപോലെ ഇവിടെ നിന്നിട്ടൊന്ന് ഇത്രയുള്ളൂ ഞാൻ കണ്ണ് എഴുതുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചെയ്യുമ്പോഴാണ് കണ്ണൊന്നും കൂടിയും സെറ്റ് ആവുക. ഇപ്പം ഞാൻ ഒരു ഭാഗത്ത് കണ്ണ് എഴുതിയിട്ടും ഒരു ഭാഗത്ത് കണ്ണ് എഴുതാത്തതായിട്ട് ഫുൾ കാട്ടി തരാം കേട്ടോ. നമ്മളത് ഇങ്ങനെയാണ് കണ്ണ് എഴുതാറ്. ഫുൾ ഫില്ലായിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് അധികം ഇതാക്കാണ്ട് നോക്കൂട്ടോ, അപ്പോൾ പടർന്ന ആകെ ഒരു ഇതുപോലെയാവും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനെപ്പോഴും യൂസ് ചെയ്യണ ഒരു കാജലായിട്ടാണ് മേക്കപ്പ് പൗച്ച്. നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ എല്ലാം ഒതുക്കി ഇപ്പോൾ വെക്കാറ് കേട്ടോ. മെസ്സി ആയിട്ട് അങ്ങനെ വെക്കാറില്ല. പിന്നെ പിള്ളേരുണ്ട് വീട്ടിൽ ഫുള്ള്, അപ്പം അതുകൊണ്ട് മെസ്സി ആയിട്ട് വെക്കാനും പറ്റില്ല. എപ്പോഴാണ് ഓരോ ഐറ്റംസ് കാണാണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി എന്താ പറയുക, കണ്ണ് എഴുതാൻ പോവാം. എത്ര ഒതുക്കി പറക്കി വെച്ചാലും ഓരോ ഐറ്റംസൊക്കെ ഓരോന്ന് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇതും ഒരു അടിപൊളി കാജലാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എപ്പോഴും എനിക്കിങ്ങനെ ഷാർപ്പൻ ചെയ്യുന്നത് യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറേ നാളത്തേക്ക് ഇങ്ങനെ ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടിഭാഗത്ത് ഇങ്ങനെ നന്നായി എഴുതി കൊടുക്കും. കണ്ണ് എഴുതിയൊക്കെ തന്നെ എൻ്റെ ഒരു ലുക്ക് സത്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് വേണ്ടത്? മസ്കാര കേട്ടോ. ഇനി നമുക്ക് മസ്കാര
അതും ഞാൻ അവിടെ ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാം കേട്ടോ. എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ ഏതാ യൂസ് ചെയ്യണമെന്ന്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള മസ്കാര കേട്ടോ. അപ്പോൾ അതെ ഇതാണ് യൂസ് ചെയ്യണത്. എന്നിട്ട് 2 കണ്ണിൻ്റെ ഡിഫറൻസ് കാട്ടിത്തരാം. ഇതാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ കണ്ണ് പരക്കോ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. കുറേ നേരത്തേക്കെന്ന് പറഞ്ഞാൽ കുറേ നേരത്തെ ഇതിപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആട്ടോ സംഭവം. പിന്നെ ഈ ചെറുപ്പം മുതലേ കണ്ണ് എഴുതണവർക്കറിയാം, കണ്ണ് എഴുതാണ്ടിരുന്ന എന്തോ അസുഖം ബാധിച്ച് കിടപ്പിലായ അവസ്ഥയായിട്ട് ആൾക്കാർ ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിച്ചു നമ്മളോട്. അയ്യോ ഒന്നും പറ്റിയില്ലേ കണ്ണ് എഴുതാണ്ടാണ്, അല്ലാണ്ട് വേറെ വയ്യായൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് വിശ്വസിക്കാൻ എന്ത് വിഷമമാണ്, എന്തെങ്കിലും സങ്കടം ഉണ്ടോന്നൊക്കെ. കണ്ണ് എഴുതാത്ത കൊണ്ടാണ് ഈ കണ്ണ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. അപ്പോൾ അയ്യോ ഒന്നും കൂടി ഇതാണെങ്കിൽ ലാഷസ് ഫേക്ക് ലാഷസ് വെക്കണ്ട കേട്ടോ. ഇതിട്ടെങ്കിൽ അത്രയ്ക്ക് അടിപൊളി മസ്കാരയാണ്. ചിലപ്പോൾ ഉള്ളിലൊക്കെ ഇങ്ങനെ എടുക്കണം. അപ്പം ഇതാണ് ഇവിടെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടോ ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പം ഇതാണ് എൻ്റെ കണ്ണ് എഴുതിയിട്ടുള്ള ലുക്കും കണ്ണ് എഴുതാത്ത ലുക്ക് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയൊരു സംഭവം ഞാൻ യൂസ് ചെയ്യുന്നത് കാട്ടിത്തരാം കേട്ടോ. മൂക്കുത്തി പൊട്ടിയിരിക്കുക കേട്ടോ, മൂക്കുത്തി മാറ്റിയതാണ്. അപ്പോൾ ഞാൻ ബാക്കി സംഭവം ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഒരു അടിപൊളി ഐറ്റം കാട്ടിത്തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നില്ലേ. വേറെ എന്താ പറയുക, വേറെ പുട്ടി കാര്യമായിട്ട് വേറൊന്നും പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആകെ ഞാനിവിടെ യൂസ് ചെയ്തേക്കണത് ഒരു കോമ്പാക്ട് പൗഡർ മാത്രമാണ്. അത് ഏതാണെന്ന് ഇപ്പോൾ കാട്ടിത്തരാം. മുടി എന്തിനാണ് കെട്ടിവെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ചുരുളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ അയച്ചിട്ടാൽ ചിലപ്പോൾ ഇങ്ങനെ ചുരുണ്ട് ഇതാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇതിന് ഞാൻ ലിങ്ക് ഇവിടെ ടാഗ് പ്രോഡക്ട്സിൽ കൊടുക്കാം. അടിപൊളി ഒരു കോമ്പാക്ട് പൗഡർ കേട്ടോ. നമുക്ക് വേറെ എന്താ പറയുക, ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, കൺസീലറോ ഫൗണ്ടേഷനോ ഒന്നും വേണ്ട. ഈ ഒരു സംഭവം മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഫേസിൽ അതൊക്കെ ഇട്ടു. ജസ്റ്റ് എന്തായാലും ഐ മേക്കപ്പ് ചെയ്താലേ ഞാൻ ഒന്ന് പുരുകൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാന്നല്ല ജസ്റ്റ് ഒന്ന് ചെയ്താന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിൽ ഇങ്ങനെ സ്പൂളി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ സെറ്റായി. പിന്നെ ഈ ഭാഗത്ത് ഓവറായിട്ട് നമ്മൾ എഴുതി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും. അപ്പം എപ്പോഴും എഴുതുമ്പോൾ ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് എഴുതാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഐലാഷ് കേളർ ഉണ്ട്, അത് പക്ഷെ വേറെ എവിടെ എടുത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ പൊട്ടും വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക് കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. ഞാൻ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം കേട്ടോ. ഇടുന്നത് ഒരു ഷൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷൂട്ട് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ സുന്ദരിയായിന്ന് ഞാൻ തന്നെ സ്വയം പറയാണ്. ഇതേ മുടി ഒന്ന് അയച്ചിട്ട് കഴിഞ്ഞാൽ സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും സൈൻ ഓഫ് ചെയ്യണില്ല, ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടും കൂടി കാട്ടിത്തരാം കേട്ടോ, മറന്നുപോയി. അപ്പോൾ ഞാൻ അധികം വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇതും വേറൊരു കോട്ട് സെറ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസും പിന്നെ ഡ്രസ് കളക്ഷനും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.